തമിഴ്നാട് സർക്കാർ ആളിയാർ ഡാമിന് കുറുകെ പുതിയ ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ കടുത്ത ആശങ്ക. പുതിയ ഡാം വരുന്നതോടെ ഭാരതപ്പുഴയിലേക്ക് വെള്ളം പൂർണ്ണമായും ഇല്ലാതാകും. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്കും ജലവിഭവ വകുപ്പ് മന്ത്രിക്കും കത്തയച്ചു. 11,000 കോടി രൂപ ചിലവഴിച്ച് ആളിയാർ പുഴയിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്നത് തമിഴ്നാട് നിയമസഭയിലെ ബജറ്റ് പ്രഖ്യാപനമായിരുന്നു. നടപടികളുമായി തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്കും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും കത്തയച്ചത്. പുതിയ ഡാം നിർമ്മിക്കുന്നത് അന്തർ സംസ്ഥാന നദീജല കരാർ ലംഘനമാണെന്നും ഭാരതപ്പുഴയിലേക്ക് വെള്ളം വരാതിരിക്കുന്നത് കടുത്ത ജലക്ഷാമത്തിന് കാരണമാകുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. 11,000 കോടി ചെലവഴിച്ച് ഒരു ഡാം കെട്ടിയ പിന്നെ ഏത് വെള്ളം ഇവിടെ ഭാരതപ്പുഴയിൽ വെള്ളമുണ്ടാവില്ല. പുഴയല്ലാതെയാകും ഭാരതപ്പുഴ, പറമ്പാവും. പക്ഷെ ഒഴുക്കുണ്ടാവില്ലല്ലോ. പറമ്പിക്കുളം ആളിയാർ നദീജല കരാറിന്റെ കാലാവധി കഴിഞ്ഞ് 65 വർഷം കഴിഞ്ഞിട്ടും പുതുക്കിയിട്ടില്ല. അട്ടപ്പാടിയിലെ ശിരുവാണിപ്പുഴയിൽ ഡാം നിർമ്മിക്കാൻ കേരളം നടപടികൾ തുടങ്ങിയിരുന്നു. തമിഴ്നാട് കോടതിയെ സമീപിച്ചതോടെ പദ്ധതി പ്രതിസന്ധിയിലായി. നിലവിൽ ശിരുവാണി ഡാമിലെ വെള്ളം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിനാണ് നൽകുന്നത്. കേരളത്തിനകത്തുള്ള ഡാമായിട്ടും ആ വെള്ളത്തെ പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനായി പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. തീർച്ചയായിട്ടും പുതിയ കരാർ വരേണ്ടതാണ്. അതിൽ നമുക്ക് പറമ്പിക്കുളം, തൂണക്കടവ്, പെരുവാരിപ്പള്ളം കേരളത്തിൻ്റെ പ്രദേശമാണ്. ഇവിടെ നമുക്ക് വെള്ളം കിട്ടുന്നില്ല. അത് 16.25 കഴിഞ്ഞാൽ നമുക്ക് 2.5 തരണം എന്നുള്ളതാണ് കരാറിൽ. പക്ഷെ അത് 10 കിട്ടിയുള്ളൂ പറഞ്ഞപ്പോൾ തരാതിരിക്കാൻ. ആളിയാറിൽ തമിഴ്നാട് പുതിയ ഡാം നിർമ്മിക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മീഡിയ 1 പാലക്കാട്.